നമ്മുടെ നാട്ടിലെ ഭക്ഷണമാലിന്യം ശേഖരിച്ച് 2 ലക്ഷം കിലോ ശേഖരിച്ച് 40,000 കിലോ ജൈവവളം ഉണ്ടാക്കിയതാണ്. അത് 10,000 ഗ്രോ ബാഗുകളിലാക്കി 14 ജില്ലകളിൽ നമ്മൾ ഇതിനകം കൃഷിക്ക് അയച്ചു. അപ്പോഴാണ് നമുക്ക് പുതിയൊരു കാര്യം ബോധ്യപ്പെട്ടത്. ഈ ഈട് നിൽക്കുന്ന ഗ്രോ ബാഗുകളാണ് നമ്മൾ നൽകേണ്ടത്. പ്ലാസ്റ്റിക്കിൻ്റെതാണെങ്കിൽ പോലും അത് കൃഷിയിടത്തിൽ ഉപേക്ഷിക്കപ്പെടാതിരിക്കാനുള്ള നിലവാരമുള്ള പുതിയ ഗ്രോ ബാഗ് നമ്മൾ പുറത്തിറക്കുകയാണ്, അത് ലോഞ്ച് ചെയ്യുകയാണ്. അതിൻ്റെ പ്രധാന മുദ്രാവാക്യം നമ്മുടെ വളം നമ്മുടെ കൃഷി എന്നുള്ളതാണ്. മാലിന്യമുക്ത നവകേരളത്തിന് ആ പ്രഖ്യാപന മാർച്ചിൽ നടക്കുമ്പോൾ നമ്മുടെ കരപ്പുറത്തെ വളം കൊണ്ട് 14 ജില്ലകളിൽ കൃഷിക്കായി ഗ്രോ ബാഗുകൾ നൽകുന്നത് ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ആകുമെന്ന് ഞാൻ അഭിമാനിക്കുന്നു. ടീം പറയഞ്ചാലാണ് ഇതിൻ്റെ പിന്നിൽ. മാണിക്യമാണ് മാലിന്യം എന്നൊരു ക്യാമ്പയിനും കൂടി ഇതോടൊപ്പം നിങ്ങൾ ഉയർത്തുകയാണ്. ഇതിനെല്ലാം പിന്തുണ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാർഷിക കാഴ്ചകളിലെ സ്റ്റോളിൽ നമ്മുടെ തണ്ണിമുക്കത്തെ സതീഷ് ഇത് നിൽപ്പുണ്ട്. ടീം പറയഞ്ചാലിന് വേണ്ടി നമ്മുടെ ഈ വർഷത്തെ മുദ്രാവാക്യം നമ്മുടെ വളം നമ്മുടെ കൃഷി എന്നുള്ളതാണ്. നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കോഴിവളം കൊണ്ടുവന്നല്ല നമ്മുടെ കൃഷി പ്രോത്സാഹിപ്പിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ ജൈവ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് നമ്മൾ തന്നെ വളം ഉണ്ടാക്കി അത് നമ്മൾ ജൈവ കൃഷിക്കായിട്ട് ഉപയോഗിക്കണം. അത് കർഷകൻ്റെ കൃഷിച്ചെലവിനെ കുറയ്ക്കാനും നല്ല ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാനും സാധിക്കും. അപ്പം നമ്മുടെ മുദ്രാവാക്യം നമ്മുടെ വളം നമ്മുടെ കൃഷി എന്നാണ്. നമുക്ക് ഒരു മാലിന്യമുക്ത നവകേരളത്തിനായി നമുക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകാം.